ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിന്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നാളെ കൂട്ടുകാർക്ക് ഗണിതം എക്സാം ആണ്. അപ്പൊ അതിന്റെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ചിത്രത്തിൽ PQ is equal to PR ആണ്. ആംഗിൾ Q is equal to 13 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ Rഉം ആംഗിൾ Pയും എത്രയാണ്? നോക്കി നോക്കാം നമുക്ക്. ആംഗിൾ Rഉം ആംഗിൾ Pയും. ആംഗിൾ R എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് PQയും അതുപോലെ PRഉം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ R എന്ത് തന്നെയായിരിക്കും? ഈ സെയിം 30 തന്നെയായിരിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ആംഗിൾ P എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ ഫുള്ളുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ആ 180 180 ആണ്. 180-ൽ നിന്ന് നമ്മൾ ഇതും കൂടി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും. അതായത് 180 മൈനസ് 30 പ്ലസ് ഇവിടുത്തെ 30ഉം 30. 180 മൈനസ് 30 പ്ലസ് 30 ചെയ്താൽ നമുക്ക് കിട്ടും എത്ര? 60 കിട്ടും. ഓക്കെ, അപ്പൊ 180-ൽ നിന്ന് 60 കുറച്ചാൽ 120 ഡിഗ്രി. അപ്പൊ ആംഗിൾ P എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ 17 കിട്ടും. സംഖ്യ ഏത്? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആ റിലേഷൻ എഴുതാൻ കിട്ടണം. ഒരു സംഖ്യ, അപ്പൊ സംഖ്യ നമ്മൾ എന്തെടുത്തു? നമ്മൾ x എന്നെടുത്തു. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് എന്ന് പറഞ്ഞാൽ എന്താ? 3x. അതിനോട് 2 കൂട്ടിയാൽ 3x plus 2 which is എന്താണ്? അതെന്തിനാണ്? ഈ സമം 17. 3x plus 2 is equal to എന്താണ്? 17. ഇനി നമ്മൾ 3x ഇവിടെ ഇട്ടു. 17 എന്താണ്? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടുന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോ ഇവിടെ പ്ലസ് ആണ്. അപ്പൊ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോ മൈനസ് ആവും. അപ്പൊ 3x മൈനസ് 17-ൽ നിന്ന് 2 കുറച്ചാൽ 15. അതായത് x is equal to 3-നെ അങ്ങോട്ട് പോകുമ്പോ ഡിവൈഡ് ആവും. 15/3. 15/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 5. അപ്പൊ നമ്മുടെ ആ സംഖ്യ എന്ന് പറയുന്ന x എത്രയാണ്? 5 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ ആംഗിൾ A 70 ആണ്. ആംഗിൾ D 110 ആണ്. ആംഗിൾ C 80 ആണ്. അങ്ങനെയാണെങ്കിൽ ABC എത്രയായിരിക്കും? നമുക്കറിയാം ഇത് ഫുള്ളും ഇപ്പൊ ട്രയാങ്കിളില് പറഞ്ഞപ്പോ അതിന്റെ ഫുള്ള് 180 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫുള്ള് എത്രയായിരിക്കും? 360 ആണ്. ആ 360-ൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ബാക്കി എല്ലാ ആംഗിൾസും കൂട്ടിയിട്ട് കുറച്ചാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അതായത് 360 മൈനസ് 110 പ്ലസ് 80 പ്ലസ് 70. ഇനി നമ്മൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്യാം. അതൊക്കെ കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 360 മൈനസ് എത്ര കിട്ടുക? 360 മൈനസ് ഈ 110ഉം 80ഉം 70ഉം ഒക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 100 അല്ലേ കിട്ടുക? 110 കൂട്ടുകാരൊന്ന് ആഡ് ചെയ്ത് നോക്കുക. 110 പ്ലസ് 80 പ്ലസ് 70 അത് ചെയ്താൽ നമുക്ക് എത്രയാണ്? 260 ആണ് കിട്ടുക. ഓക്കെ, അതായത് 360-ൽ നിന്ന് 260 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഇനി നമുക്ക് 100 ആണ് ആൻസർ കിട്ടുക. അപ്പൊ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. ഇവിടെ 110 അല്ല, എത്രയാണ്? 100 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആംഗിൾ CBE എത്രയാണ്? അപ്പൊ നമുക്കറിയാം ഇത് 100 ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 മൈനസ് 100 ആയിരിക്കും. 180 മൈനസ് 100 ആയിരിക്കണം. 180-ൽ നിന്ന് നമ്മൾ 100 കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്? 80 ആണ്. അപ്പൊ ഈ ആംഗിൾ
80°. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 2:3 എന്ന അംശബന്ധത്തിലാണ്. ആകെ 50 കുട്ടികളുണ്ട് എങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര, ആൺകുട്ടികളുടെ എണ്ണം എത്ര? അപ്പൊ ക്ലാസ്സിൽ എന്താണ് 2:3 ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്താൽ 2 + 3 5 ആണ്. അപ്പൊ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ആകെ 50 കുട്ടികളുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് പെൺകുട്ടികളും വേണം ആൺകുട്ടികളും വേണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? ഈ പെൺകുട്ടികളുടെ അംശബന്ധം 2 ആണ്. 2/ടോട്ടൽ 5 ആണ്. ഇൻറ്റു ടോട്ടൽ ആയിട്ടുള്ള 50മായി ഇൻറ്റു ചെയ്യാ. ഇനി ആൺകുട്ടികളുടെ ആണെങ്കിലോ 3 ആണ് അംശബന്ധം. 3/5 ഇൻറ്റു 50. ഓക്കെ, അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെൺകുട്ടികളുടെ എണ്ണം 20 എന്ന് കിട്ടും. ഇനി ആൺകുട്ടികളുടെ എണ്ണം 30 എന്നും കിട്ടും. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന അംശബന്ധം ബൈ ടോട്ടൽ അംശബന്ധം എത്രയെന്ന് വെച്ചാൽ അത് എഴുതാം. ഇൻറ്റു ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ -3 ഇൻറ്റു 4, അതായത് 4 ഇൻറ്റു 3 12 ആണ്. ഈ മൈനസ് അതേപോലെ എടുത്തെഴുതുക. ഇനി ഇതാണെങ്കിലോ 5 മൈനസ് -2 ആണ്. 2 മൈനസ് ഒരുമിച്ച് വന്നാൽ അത് രണ്ടും കൂടി പ്ലസ് ആകും. 5 + 2 ആകും 7. ഇവിടെ -12. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. a² - b² നമുക്ക് അറിയുന്ന ഒരു റിലേഷൻ ആണ്. എന്താണ്? a + b ഇൻറ്റു a - b. ഓക്കെ, ഇനി അടുത്തത് എന്താ? 100² - 99² നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഇതേപോലെ ഇപ്പൊ a² - b² ഇല്ലേ, അതുപോലെ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും 191 ഇൻറ്റു 1. അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഇനി ഇതും അതുപോലെ തന്നെയാണ്. a + 1² - 1² a + 2 ഇൻറ്റു a എന്ന് കിട്ടും. അപ്പൊ ഈ റിലേഷൻ ഇട്ട് നോക്കുക, ചെയ്ത് നോക്കുക. ഇനി അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യാണ്. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3:4. ചുറ്റളവ് തന്നിട്ടുണ്ട് 36 ആണ്. അങ്ങനെയാണെങ്കിൽ വശങ്ങളുടെ അളവുകൾ കണക്കാക്കുക. അപ്പൊ എന്താണ് അംശബന്ധം? നമ്മൾക്കൊന്ന് ആഡ് ചെയ്യാം. 2 + 3 + 4, 4 5 6 7 8 9. ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഇതിന്റെ ഈ സൈഡ് കാണാൻ നമ്മൾ 2/9 ഇൻറ്റു ഇവിടെ തന്നിരിക്കുന്ന 36. അപ്പൊ നമുക്ക് ഒരു ഭാഗമായി വശങ്ങളുടെ അളവുകളാണ്. അപ്പൊ 3 വശങ്ങളാണ്. ഇനി അടുത്തത് 3/9 ഇൻറ്റു 36, 4/9 ഇൻറ്റു 36 ചെയ്താൽ നമുക്ക് 8 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 16 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ചിത്രത്തിൽ A, B, C, D ഒരു ചതുരമാണ്. AB എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. AB 8 സെന്റിമീറ്റർ ആണ്. AD 4 സെന്റിമീറ്റർ ആണ്. PB എന്നതും QD എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ചതുരം ABCD യുടെ പരപ്പളവ് കാണുക. എന്തായിരിക്കും ABCയുടെ പരപ്പളവ് എന്ന് പറയുന്നത്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താ? L × B ആണ്. അതായത്
ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത് 8 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. 8 ഇൻറ്റു 4 32 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും പരപ്പളവ്. ഇനി എ പിയുടെ നീളം എത്ര? ടോട്ടൽ 8 സെന്റിമീറ്റർ ആണ്. 8 മൈനസ് ഇവിടെ ഒരു 3 പോകുന്നുണ്ട്. അപ്പൊ 8 മൈനസ് 3 5 സെന്റിമീറ്റർ ആണ്. സമാന്തരികം എ പി സി ക്യൂവിന്റെ പരപ്പളവ് എഴുതുക. എന്താണ്? എ പി ക്യൂയുടെ ഒരു സമാന്തരികമാണ്. അതിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു ബി എച്ച് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടുന്ന് മുതൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 5 ആണ്. ഇൻറ്റു ഹൈറ്റ്, കുത്തനുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 5 ഇൻറ്റു 4 സമം 20 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സ് 3 ആണ്, y -3 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എത്രയായിരിക്കും? ഇവിടെ ചെയ്ത് നോക്കാം. എക്സ് എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് y എന്ന് പറയുന്നത് -3 ആണ്. അപ്പൊ ഇങ്ങനെ പ്ലസും മൈനസും കൂടി ഒരുമിച്ച് വരുമ്പോ ഈ പ്ലസ് പോയിട്ട് ടോട്ടൽ മൈനസ് എന്ന് വരും. 3 മൈനസ് 7 എന്ന് വരും. അപ്പൊ ഇനി 3 മൈനസ് 7 എന്ന് വന്ന് നമ്മൾ എന്ത് ചെയ്യണം? വലുതിന്ന് നമ്മൾ ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. വലുതിന്ന് ചെറുത് കുറക്കുമ്പോ 3 കഴിഞ്ഞ 4 5 6 7. ഇനി വലുതിന്റെ ചിഹ്നം ഏതാ? മൈനസിന്റെ ചിഹ്നമാണ്. 3നേക്കാൾ വലുത് 7 ആണ്, 7ന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം -4. ഇനി എക്സ് മൈനസ് വൈ ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എക്സ് 3 ആണ്, മൈനസ് വൈ. നമ്മൾ നേരത്തെ പറഞ്ഞു 2 മൈനസ് ഒരുമിച്ച് വന്നാൽ അതെന്താവും? പ്ലസ് ആവും. അതായത് 3 + 7 10. ഇനി അടുത്തത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമുക്ക് -4 കിട്ടിയിട്ടുണ്ട്. എക്സ് മൈനസ് വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാ? 10 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇൻറ്റു ചെയ്ത 4 × 10 40, മൈനസ് ചിഹ്നം നമ്മൾ അതേപോലെ ഇറക്കിയിടുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.